സർപ്രൈസ് സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ടാവും. ഇപ്പൊ കൊല്ലത്തുനിന്നൊരു പേര് കേട്ടത് അവിടെ അഖിൽ മാരാർ എന്ന് പറഞ്ഞ യൂട്യൂബർ മത്സരിക്കാൻ പോകുന്നു കോൺഗ്രസിന് വേണ്ടി നോക്കിയാണ്. അങ്ങനെയൊക്കെ ഉണ്ടാവും? അല്ല, അതിനെപ്പറ്റി ഒന്നും ഇതുവരെ ഒരു ആലോചന ഉണ്ടായിട്ടില്ല. ഇനി പത്രങ്ങളിൽ വരുന്ന വാർത്തകളൊക്കെ ഞങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് ദയവായി എല്ലാ മാധ്യമങ്ങളോടും ഒരു അഭ്യർത്ഥനയുണ്ട്. പഞ്ചായത്തിൽ പോലും മത്സരിക്കാൻ യോഗ്യതയില്ലാത്ത ആളുകളെ നിയമസഭയിലേക്ക് പരിഗണിക്കുന്നതെന്ന് പറഞ്ഞ് നിങ്ങൾ വാർത്ത കൊടുക്കും. ദയവായി ഒരു അഭ്യർത്ഥന. അഖിൽ മാരാർ, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഈ വീഡിയോ കാണാൻ വന്നിരിക്കുന്ന കുറച്ച് ആൾക്കാർക്കെങ്കിലും പ്രിയപ്പെട്ടവരായിരിക്കും ഇവര് രണ്ടുപേരും. ബിഗ് ബോസ് സീസൺ 5ന്റെ വിന്നറാണ് അഖിൽ മാരാർ. കൂടാതെ ഒരു ഡയറക്ടറാണ്. ഇപ്പോൾ വേണമെങ്കിൽ ഒരു യൂട്യൂബർ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം പുള്ളിയെ. പിന്നെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ സീസൺ 4 ഒരു കണ്ടസ്റ്റന്റ് ആണ്. കൂടാതെ വലിയ ഗോളിളക്കം ഒക്കെ സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഒരിടയ്ക്ക് ഡോക്ടറെ എന്ന് വിളിച്ചുകൊണ്ട് ആളുകൾ പുറകെ ഓടുമായിരുന്നു. ആ ആളുകൾ തന്നെ ഇന്ന് നല്ല രീതിയിൽ ഇൻസ്റ്റഗ്രാമിൽ ആശാന്റെ ഒരു വീഡിയോയുടെയും ഒരു പോസ്റ്റിന്റെ അടിയിൽ ചെന്ന് തന്തയ്ക്ക് അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിപ്പുണ്ട്. നമുക്ക് അഖിൽ മാരാറിൽ നിന്ന് തന്നെ തുടങ്ങാം. എനിക്ക് അഖിലേട്ടനെ പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ അങ്ങനെ വേണമെങ്കിൽ വിശേഷിപ്പിച്ചാൽ ഇനി ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അഖിൽ മാരാറുടെ നിലപാടുകൾ പലപ്പോഴും പല നിലപാടുകളോടും യോജിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ചിലതിനോടൊന്നും എനിക്ക് യോജിക്കാൻ പറ്റാറുമില്ല, അത് വേറെ കാര്യം. എല്ലാം അങ്ങോട്ട് യോജിക്കാനിരുന്നാൽ ഞാനെന്താ പുള്ളിയുടെ മാമന്റെ മോന അല്ല. എന്നാൽ ഭൂരിഭാഗം പുള്ളിയുടെ നിലപാടുകൾ, പുള്ളി പല കാര്യങ്ങളിലോടും പുള്ളിയുടെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്, നമുക്ക് അത് യോജിക്കാൻ പറ്റാറുണ്ട്. എന്നാൽ ഇന്ന് പുള്ളിക്കെതിരെ നമ്മുടെ രമേശ് ചെന്നിത്തല ഒരു താങ്ങി. ഇന്നാണോ ഇന്നലെയാണോ തോന്നുന്നു, ഒരു താങ്ങി, ഒന്നല്ല 2 താങ്ങി. അതിൽ ആദ്യത്തെ താങ്ങ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ന് രാവിലെ മാരാറേട്ടൻ ഒരു വീഡിയോ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു താങ്ങ്, അത് എപ്പോൾ താങ്ങിയതാണെന്ന് എനിക്കറിയത്തില്ല, മാരാറേട്ടൻ അത് കണ്ടിട്ടുണ്ടോ എന്നും അറിയത്തില്ല. ആ താങ്ങ് കണ്ടിട്ടുണ്ടെങ്കിൽ മാരാറേട്ടൻ ഇന്ന് വീഡിയോ രാവിലെ ചെയ്തപ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒന്നൊന്നൊന്ന് ഈ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന വ്യക്തിക്കൊക്കെ നല്ല അണ്ണാക്കി കൊടുത്തേനെ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ എന്താണെങ്കിലും അത്രയ്ക്കൊന്നും പുള്ളി ഒന്നും പറഞ്ഞിട്ടില്ലടേ. അപ്പം എന്താണെങ്കിലും മാരാർക്കിട്ട് നല്ല അണ്ണാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പം കിട്ടാനായിട്ടുള്ളൊരു കാര്യം, 2-3 ദിവസമായിട്ട് ഞാനും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോസ്റ്റ് കണ്ടു. അതായത് കൊല്ലത്ത് നമ്മുടെ മാരാറേട്ടൻ മത്സരിക്കാൻ പോവുകയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ അത് സത്യമാണോ കള്ളമാണോ നമുക്കൊന്നും അറിയത്തില്ല. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഒരു മാധ്യമപ്രവർത്തകൻ നമ്മുടെ രമേശ് മാമൻ്റെ അടുക്കൽ ഒരു ചോദ്യം ചോദിച്ചു. അത് ചോദിക്കുന്നുണ്ട്, പുള്ളി എവിടെ വെച്ച് മറുപടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ എവിടെയോ വെച്ച് പുള്ളിയോട് ചോദ്യം ചോദിച്ചപ്പം പുള്ളി വേറൊരു ഡയലോഗും കൂടി അങ്ങോട്ട് അടിച്ചു. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാരാറുടെ അണ്ണാക്കിൽ അങ്ങോട്ട് പിരിവെട്ടുന്ന ടൈപ്പ്, അതായത് കീറുന്ന ഒരു സാധനമായിരുന്നേ. മാരാർ അത് കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് കേൾക്കണം കേട്ടോ. നല്ല കനത്തിൽ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല കൊടുത്തിട്ടുണ്ട്. എന്താണെങ്കിലും നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. മാരാറിന് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. അതിനുശേഷം ഡോക്ടർ റോബിന്റെ കേസിലേക്കൊക്കെ പോകാം. ഡോക്ടർ റോബിന്റെ കേസ് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോയതാണ്, പക്ഷെ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനുണ്ട്. ഫസ്റ്റ് നമ്മുടെ മാരാറേട്ടൻ. സർപ്രൈസ് സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ടാവും. ഇപ്പൊ കൊല്ലത്തുനിന്നൊരു പേര് കേട്ടത് അവിടെ അഖിൽ മാരാർ എന്ന് പറഞ്ഞ യൂട്യൂബർ മത്സരിക്കാൻ പോകുന്നു കോൺഗ്രസിന് വേണ്ടി നോക്കിയാണ്. അങ്ങനെയൊക്കെ ഉണ്ടാവും? അല്ല, അതിനെപ്പറ്റി ഒന്നും ഇതുവരെ ഒരു ആലോചന ഉണ്ടായിട്ടില്ല. ഇനി പത്രങ്ങളിൽ വരുന്ന വാർത്തകളൊക്കെ ഞങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. വളരെ നീറ്റായിട്ട് ചോദിച്ച ചോദ്യത്തിന് മറുപടി കൊടുത്തു രമേശ് ചെന്നിത്തല. ആണോ? നമ്മളെല്ലാവരും കേട്ടു. ആ ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകരാണെങ്കിൽ പോലും വളരെ മാന്യമായിട്ടാണ് ചോദിച്ചത്. എനിക്ക് അതിനകത്ത് വലിയ മോശമൊന്നും ചോദിച്ചില്ല. യൂട്യൂബറായിട്ടുള്ള ഒരു വ്യക്തി, അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തി മത്സരിക്കുന്നു എന്ന് കേട്ടല്ലോ, എങ്ങനെയാണ് ചേട്ടാ എന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. യൂട്യൂബർ എന്ന് പറഞ്ഞാൽ പോലെ ഇനിയും അങ്ങനെയല്ല, യൂട്യൂബർ, ഡയറക്ടർ, ബിഗ് ബോസ് സീസൺ 5ന്റെ വിന്നർ ആയിട്ടുള്ള അഖിൽ മാരാർ എന്ന് പറയണോ? അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടല്ലോ? എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ പോരെ. പുള്ളി യൂട്യൂബർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇത്ര വലിയ പ്രശ്നമുള്ളതായിട്ട് എനിക്ക് എന്താണെങ്കിലും തോന്നുന്നില്ല. ബാക്കി കേട്ടോ. ഇനി വേറെ ഏതോ എവിടെ വരുന്നിട്ട് പുള്ളി അടുത്തൊരു ഡയലോഗ് അടിക്കുന്നുണ്ട് നമ്മുടെ രമേശ് മാമൻ. കേട്ടോ. എനിക്ക് ദയവായി എല്ലാ മാധ്യമങ്ങളോടും ഒരു അഭ്യർത്ഥനയുണ്ട്. പഞ്ചായത്തിൽ പോലും മത്സരിക്കാൻ യോഗ്യതയില്ലാത്ത ആളുകളെ നിയമസഭയിലേക്ക് പരിഗണിക്കുന്നതെന്ന് പറഞ്ഞ് നിങ്ങൾ വാർത്ത കൊടുക്കും. ദയവായി ഒരു അഭ്യർത്ഥന. കേട്ടല്ലോ. ഞാൻ ഈ പത്രസമ്മേളനം കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ടില്ല, ഉള്ള കാര്യം ഞാനങ്ങ് പറയാം. ഇത് ഇഷ്ടം പോലെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അങ്ങനെയാണ് ഞാനത് കണ്ടത്. കണ്ടപ്പോഴത്തേക്ക് മാരാറുടെ ഈ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ ഇതെന്താ ഇങ്ങനെ? അതായത് പുള്ളി തന്നെ, രമേശ് മാമൻ തന്നെ പറയുന്നു, ഒരു യോഗ്യതയില്ലാത്ത, എനിക്കത് തോന്നിയത് മാരാർക്കിട്ട് തന്നെ കൊടുത്തൊരു കൊട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്.
അതായത് ചുമ്മാ കണ്ടവനെ ഒന്നും പിടിച്ച് ഞങ്ങൾ അങ്ങോട്ട് ആക്കിയെന്നുള്ളൊരു ഇതൊന്നും പറഞ്ഞ പരത്തല്ലേ, ആ ഒരു മൂഡിലാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. കൊടുത്ത കൊട്ടാണെങ്കിൽ അത് മാരാർക്കിട്ടുള്ളതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതും അങ്ങനെയാണ്. പിന്നെ മാരാറേട്ടൻ എന്തായാലും ആദ്യത്തെ ഒരു ചെറിയ പോർഷൻ ഞാൻ നിർത്തിയില്ലേ, അവിടെ വരെ ആ ഒരു സംഭവം എല്ലാം കേട്ടിട്ട് മാരാറേട്ടൻ ഇന്ന് രാവിലെ മാരാറേട്ടനും കുറച്ച് വീഡിയോ ക്ലിപ്പുകളൊക്കെ ആയിട്ട് വന്നിരുന്നിട്ട് ഒരു കാര്യം സംസാരിക്കുന്നുണ്ടേ. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, മാരാറുടെ ചില അഭിപ്രായങ്ങളോടൊന്നും അല്ലെങ്കിൽ പുള്ളിയുടെ ചില നിലപാടുകളോട് നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ എനിക്ക് യോജിക്കാൻ പറ്റിയില്ല പുള്ളിയുടെ ആ ഒരു റിയാക്ഷൻ വീഡിയോ. എന്തോ എനിക്കത് കേട്ടിട്ട് എന്താടി ഇങ്ങനെയൊക്കെ പറയുന്നത് മാരാറേട്ടൻ നിങ്ങളെ തട്ട് താണു പൊക്കോണ്ടിരിക്കുക. നിങ്ങളുടെ വില നിങ്ങൾ തന്നെ കളയല്ലേ, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. കാരണം നിങ്ങൾ സംസാരിക്കുന്ന എന്തോ ഒരു വൈരാഗ്യം. ആ ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു ചോദ്യം ചോദിച്ചു, യൂട്യൂബർ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടൊരു ചോദ്യം ചോദിച്ചു. അതിനി നിങ്ങൾക്ക് എത്ര ദേഷ്യം കയറിയിട്ട് വല്ലതാണോ? നിങ്ങൾ എന്തൊക്കെയാ എന്തായാലും പുള്ളി പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുന്നത്, നമുക്ക് ബാക്കി സംസാരിക്കാമേ. പ്രിയമുള്ളവരെ നമസ്കാരം. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഈ രാജ്യത്ത് നിരോധിക്കപ്പെട്ട ഒരു മാധ്യമ സ്ഥാപനം, നിരോധിക്കപ്പെട്ടതിന് ശേഷം യൂട്യൂബിൽ മാത്രം ഒതുങ്ങിപ്പോയ ഒരു മാധ്യമ സ്ഥാപനത്തിലെ ഒരു യൂട്യൂബ് മാധ്യമ പ്രവർത്തനായ നിഷാദ് റാവുത്തറിനോടുള്ള എൻ്റെ ഒരു മറുപടിയാണ്. എന്തുകൊണ്ടാണ് എനിക്കിത് പറയേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ, അദ്ദേഹം രമേശ് ചെന്നിത്തലയോടുത്ത് അടുത്തത് ഒരു ചോദ്യം ചോദിക്കേണ്ട. ആ ചോദ്യം നിങ്ങൾക്കൊന്ന് സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ടാവും. ഇപ്പൊ കൊല്ലത്ത് നിന്നൊരു പേര് കേട്ടത് അവിടെ അഖിൽ മാരാർ എന്ന് പറഞ്ഞ യൂട്യൂബർ മത്സരിക്കാൻ പോകുന്നു കോൺഗ്രസിന് വേണ്ടി നോക്കിയാണ്, അങ്ങനെയൊക്കെ ഉണ്ടാവും? അല്ല, അതിനെപ്പറ്റി ഒന്നും ഇതുവരെ ഒരു ആലോചന ഉണ്ടായിട്ടില്ല. അദ്ദേഹം രമേശ് ചെന്നിത്തലയോട് ചോദിക്കുന്നത്, കൊല്ലത്ത് സ്ഥാനാർത്ഥി പട്ടികകൾ പ്രഖ്യാപിക്കുന്നതായിട്ട് കേട്ടു, സർപ്രൈസ് സ്ഥാനാർത്ഥികൾ വരുന്നതായിട്ട് കേട്ടു, അവിടെ ഒരു യൂട്യൂബർ അഖിൽ മാരാർ മത്സരിക്കുന്നതായി കേട്ടു എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ സ്വാഭാവികമായും ഏതൊരു രാഷ്ട്രീയ നേതാവിനോടും, ഇനി അദ്ദേഹം തന്നെ രമേശ് ചെന്നിത്തലയോട് VD സതീശൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാലും അദ്ദേഹം പറയാൻ പോകുന്ന മറുപടി അത് പാർട്ടി ആലോചിച്ച് തീരുമാനമെടുക്കും. താൻ മത്സരിക്കുന്നുണ്ടോ, രമേശ് ചെന്നിത്തല മത്സരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാലും അദ്ദേഹം പറയാൻ പോകുന്ന മറുപടി അത് പാർട്ടി തീരുമാനിക്കും. അതുപോലും മനസ്സിലാക്കാൻ ബോധമില്ലാത്ത ഒരാളെ മാധ്യമപ്രവർത്തകൻ എന്ന് വിളിക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ബാക്കി ഞാൻ കേൾപ്പിക്കാമേ. മാരാറേട്ടാ, പുള്ളി ആ ചോദ്യം ചോദിച്ചതിന് എന്താ ഇത്ര കുഴപ്പം? അല്ല, എനിക്ക് മനസ്സിലായില്ല. പുള്ളി ആ ചോദ്യം ചോദിച്ചതിന്, ഇത് വർഷങ്ങളായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇപ്പം രമേശ് ചെന്നിത്തലയോട് ചേട്ടൻ അവിടെ മത്സരിക്കുന്നുണ്ടോ ചേട്ടാ ചോദിക്കും. ചേട്ടാ, നിങ്ങൾ നമ്മുടെ ലാലേട്ടനെ പിടിച്ച് മത്സരിപ്പിക്കുന്നുണ്ടോ ചേട്ടാ? നോർമലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ അഖിൽ മാരാർ അത്? അതിനെ എന്തിനാണ് നിങ്ങൾ ഇത്രയും അങ്ങോട്ട്? എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണെന്നറിയോ, നിങ്ങളുടെ ഈ ആ പുള്ളി ചോദിക്കുന്ന ചോദ്യവും നമ്മൾ കേട്ടു, ഞാൻ നിങ്ങളെ കാണിക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ. ആ ചോദ്യവും ഈ അഖിൽ മാരാർ ഇപ്പൊ പറയുന്നതും കൂടെ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, മാരാർക്ക് പൊട്ടി. അതായത് പുള്ളി യൂട്യൂബർ എന്ന് പറഞ്ഞ് എന്താണ് എടുത്ത് കാണിച്ചത്, യൂട്യൂബർ അഖിൽ മാരാർ എന്ന് പറഞ്ഞ് അങ്ങോട്ട് തള്ളിയപ്പോഴത്തേക്ക് അത് പിടിച്ചില്ല. അതിൻ്റെ പേരിലാണോ മാരാറേട്ട വന്നിട്ട് ഒതുങ്ങിപ്പോയ ഒരാൾ, യൂട്യൂബിൽ മാത്രം ഒതുങ്ങിപ്പോയ ഒരാൾ മെയിൻ സ്ട്രീം ചാനലിൽ നിന്ന് ഇങ്ങോട്ട് എന്തിനാ? അതിൻ്റെയൊക്കെ ആവശ്യം എന്തിനാ? നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ മറ്റുള്ളവരെ ഇങ്ങനെ അധിക്ഷേപിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഒരാളെ കൊച്ചാക്കി കാണിക്കുന്ന തരത്തിൽ സംസാരിക്കുന്നത് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ഇതെനിക്ക് സീരിയസ്ലി എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. വേറൊരാൾ അയ്യേ ഞാൻ ചെറ്റപ്പ്, ഞാൻ മുട്ടൻ ചെറ്റപ്പ്, അവൻ അയ്യേ അവൻ മറ്റേ ഒതുങ്ങിപ്പോയ യൂട്യൂബിൽ ഒതുങ്ങിപ്പോയ, അത് വളരെ മോശമായിപ്പോയി അഖിൽ മാരാർ ചേട്ടാ, വളരെ മോശമായിപ്പോയി. നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് അതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതല്ലാതെ അയാൾ ചോദിച്ച ചോദ്യത്തിനകത്ത് ഇത്രയും വലിയ തെറ്റ്, യൂട്യൂബറായിട്ടുള്ള അഖിൽ മാരാർ മത്സരിക്കുന്നതൊക്കെ കേട്ടു ഉള്ളതാണോ എന്ന് ചോദിച്ചതിനകത്ത് എന്താ ഇത്ര പ്രശ്നം? നിങ്ങൾക്ക് ഇത്ര കൂലംകിക്ഷതമായി അടിയിൽ നിന്ന് ഇങ്ങനെ നൊരച്ച് കയറി അങ്ങോട്ട് പൊട്ടാനും മാത്രം എന്താ ഇരിക്കുന്നത്? അല്ല, അത് പോട്ടെ, അത് വിടൂ. ഞാൻ കുറച്ച് മുന്നേ വേറൊരു വീഡിയോ കൂടെ കാണിച്ചു. കുറച്ച് മുമ്പ് ഞാൻ വേറൊരു വീഡിയോ, അതായത് ഈ പോർഷൻ മാരാർ ഇപ്പം ഈ കാണിക്കുന്ന പോർഷൻ, അത് കഴിഞ്ഞിട്ട് ഈ രമേശ് അണ്ണൻ തന്നെ വേറെ ഡയലോഗ് അടിക്കുന്ന കേട്ടല്ലോ നിങ്ങൾ. മാരാറേട്ടൻ അതിനും കൂടി ഒന്ന് മറുപടി പറയണം. പിടികിട്ടിയോ? അതിനും കൂടി ഒന്ന് മറുപടി പറയണം. ഇത് എപ്പോഴും നടക്കുന്ന ഒരു ഇലക്ഷനൊക്കെ വരുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ നേരത്തെ തൊട്ടേ ഇന്ന സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കും, അന്ന സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കും, മാധ്യമപ്രവർത്തകർ ചോദിക്കും അന്ത ആൾ അവിടെ നിൽക്കുന്നുണ്ടോ, ഇന്ത ആൾ ഇവിടെ നിൽക്കുന്നുണ്ടോ, ഇതൊക്കെ ചോദിക്കും. ഇത് കാലാകാലങ്ങളായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. പിടികിട്ടിയോ? കാലാകാലങ്ങളായിട്ട് നടക്കുന്ന കാര്യങ്ങൾ. അതിനകത്തൊന്നും ഇത്ര വലിയ അങ്ങോട്ട് പ്രശ്നം കണ്ടെത്തി പിന്നെ ഇനി നിങ്ങളെ ഡയറക്ടർ എന്ന് വിശേഷിപ്പിച്ച് മാരാറുടെ വീഡിയോ നമുക്ക് കുറച്ചും കൂടെ കാണാം. എന്നിട്ട് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം നിങ്ങളോടെ. മൊത്തം കേൾക്കണേ, ബാക്കി കുറച്ചും കൂടെ കണ്ടോ. ഒരു പാർട്ടി തന്റെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് ഏതെല്ലാം ചിട്ടയായ രീതികളിലൂടെയാണെന്നും അത് എന്തൊക്കെ കൂടിയാലോചനകൾ നടത്തിയിട്ടാണെന്നുള്ളതും ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചകൾ, മറ്റു കാര്യങ്ങൾ, സീറ്റ് വിഭജനം, ഇതെല്ലാം വന്നതിന് ശേഷം മാത്രമായിരിക്കും പാർട്ടി പ്രത്യേകിച്ച് പുറമേ നിന്ന്, അതായത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് വർഷങ്ങളായി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന
നിരവധി പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളെക്കാൾ ഉപരി പുറമേ നിന്ന്, അതായത് ആ രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടുന്ന വോട്ടിനേക്കാളും കൂടുതൽ വോട്ടുകൾ നമുക്ക് നേടിക്കൊണ്ട് വിജയിക്കാൻ ശേഷിയുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് മതി മരറേട്ടൻ ഭയങ്കരമായിട്ട് രാഷ്ട്രീയം സംസാരിച്ചങ്ങ് പോകണു. അതൊക്കെ വിട്. ഞാൻ രാഷ്ട്രീയത്തെ മറ്റേ എടുത്ത് വെച്ച് നമ്മളില്ല അതിന്. നമ്മൾ അത് പറയാനല്ല ഞാനിവിടെ വന്ന്, അത് പറയാനല്ല. അത് പറയാനാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഇവരുടെ മറ്റേ രമേശ് അണ്ണൻ്റെ മൊത്തം ഇരുന്ന വീഡിയോ മൊത്തം കണ്ടിട്ട് അതിൻ്റെ ആവശ്യമില്ല. ഞാനത് പറയാനല്ല വന്നത്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ച ഒറ്റ കാര്യമേ ഉള്ളൂ. ഈഗോ എന്ന് പറയുന്ന സാധനം അങ്ങ് പൊട്ടി. അതിൻ്റെ പുറത്തിൽ മാരാറേട്ടന് ഇങ്ങനത്തെ സാധനങ്ങളിലേക്ക് എടുത്ത് ചാടരുത്. വായിൽ നിന്ന് വിവരക്കേടുകൾ വീഴുന്നുണ്ട്. അതൊന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമാണ്. മനസ്സിലായില്ലേ? അത് ചൂണ്ടിക്കാണിക്കാൻ. ഇപ്പം ഈ കുറച്ച് നേരം കൂടെ പുള്ളി ഇതേപോലെ ഇരുന്ന് രാഷ്ട്രീയത്തെ പറ്റി അങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിച്ചതിന് ശേഷം വേറൊരു വീഡിയോ ക്ലിപ്പ് കാണിക്കുന്നുണ്ട്. പിടികിട്ടിയോ? അതിനകത്ത് പഴയ ഏതൊരു വീഡിയോ ക്ലിപ്പാണ്. അതിനകത്ത് ഈ ചോദിച്ച മറ്റേ എന്തായിരുന്നു അയാളുടെ പേര്, ഞാൻ മറന്നുപോയി, ആ ഒരു മാധ്യമപ്രവർത്തകൻ, അയാൾ പണ്ട് മാരാറിനെ വിശേഷിപ്പിക്കുന്നത് സംവിധായകൻ മാരാർ എന്ന് പറഞ്ഞിട്ടാണ്. അതും ഇതും കൂടെയൊക്കെ അന്ന് അവൻ എന്നെ മാരാർ എന്ന് വിശേഷിപ്പിച്ചപ്പോൾ സംവിധായകൻ, ഇന്ന് ഞാൻ യൂട്യൂബ്, ആ രീതിയിലൊക്കെ. മാരാറേട്ടാ, നിങ്ങൾ വീണ്ടും താഴത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. പോകുമില്ലെങ്കിൽ എന്തിനാ അങ്ങനെയുള്ള പരിപാടികൾ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അയാൾ എങ്ങനെയെങ്കിലും വിശേഷിപ്പിക്കട്ടെ. നിങ്ങൾ ഓൾറൗണ്ടർ അല്ലേ? നിങ്ങൾ സംവിധായകരാണ്, യൂട്യൂബറാണ്, നിങ്ങൾ രാഷ്ട്രീയം എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്. ഇതെല്ലാം കൂടെ ഒന്നിച്ചു പറഞ്ഞിപ്പോൾ രമേശ് ചെന്നിത്തലയോട് ചോദിക്കണമായിരുന്നോ? അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംവിധായകനും യൂട്യൂബറും ചെറിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തകൻ, പണ്ട് രാഷ്ട്രീയ പ്രവർത്തകനും ഒക്കെ ആയിട്ടിരുന്നുള്ള അഖിൽ മാരാറിനെ നിങ്ങൾ നിർത്താൻ താല്പര്യപ്പെടുന്നുണ്ടോ? അങ്ങനെയൊക്കെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? നീ അങ്ങനെ ചോദിക്കാത്തതാണോ ചേട്ടൻ അങ്ങ് പൊട്ടിയത്? എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഇല്ലെങ്കിൽ എല്ലാം പോട്ടെ, ഇല്ലെങ്കിൽ ഈ നിങ്ങൾ കാണിച്ചേക്കുന്ന ക്ലിപ്പുകൾ, നിങ്ങളെ യൂട്യൂബർ എന്ന് വിശേഷിപ്പിച്ചോ, നിങ്ങളെ പണ്ട് ഡയറക്ടർ എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ചോ, അതൊക്കെ വേറെ ബാക്കിയുള്ള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുള്ള ക്ലിപ്പുകൾ കാണിച്ച് സംസാരിച്ചാൽ പിന്നെ ഉണ്ടായിരുന്നു. ഇത് രണ്ടും കാണിക്കുമ്പോൾ ചേട്ടാ പെട്ടെന്ന് ഒരു സാധാരണക്കാരനാ, നിങ്ങളുടെ അത്രയും വലിയ രാഷ്ട്രീയപരമായിട്ടുള്ള ബോധമൊന്നുമില്ല. പിടികിട്ടിയോ? അതിൻ്റെ ആവശ്യമില്ല, താല്പര്യമില്ല. എൻ്റെ പൊന്നെ, പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയത്തിൻ്റെ താല്പര്യമില്ല. അറിയാവുന്ന കാര്യങ്ങളൊക്കെ മതി. ഇത് നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ അത്രേ ചോദിക്കുന്നുള്ളൂ. അത് വളരെ ചീപ്പായതുപോലെ എനിക്ക് തോന്നി. താഴത്തേക്ക് പോകരുത് നിങ്ങൾ. കാരണം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ കള്ളനാവോ? എനിക്കറിയാൻ പാടില്ല. വേണമെങ്കിൽ എന്നെയൊക്കെ അടിച്ച് കള്ളനാക്കി കളയും. അതിനും കഴിവുള്ളൊരു ആശാനാണേ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനിയും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, പാവപ്പെട്ടവൻ, അണ്ണാക്കലടിച്ച് കിട്ടിയിരിക്കുക. കുറച്ച് കാലമായിട്ട് വലിയ അനക്കമൊന്നും ഇല്ലായിരുന്നു. വീണ്ടും റീച്ചിന് വേണ്ടി ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്താണെങ്കിലും ഉള്ള ഫോളോവേഴ്സൊക്കെ ഇറങ്ങി പൊക്കോണ്ടിരിക്കുക ഇപ്പോൾ കുറേ എണ്ണങ്ങൾ. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്തിനാണ് ഈ അൺഫോളോ ഒക്കെ ചെയ്തു പോകുന്നത്? പുള്ളിയുടെ പേഴ്സണൽ ഒരു കാര്യം പറഞ്ഞു, വിട്ടുകളയണം. അത്രേ ഉള്ളൂ. പുള്ളി BJP-കാരനാണോ, പുള്ളി കമ്മ്യൂണിസ്റ്റുകാരനാണോ, കോൺഗ്രസ്സുകാരനാണോ നോക്കിയിട്ടാണോ പുള്ളി ആ ഷോയ്ക്കകത്ത് വന്നപ്പോഴത്തേക്ക് നമ്മളെല്ലാം സ്നേഹിച്ച് വോട്ട് കുത്തിയതല്ലല്ലോ. പിന്നെന്തിനാ നിങ്ങൾ കുറേ ആളുകൾ അങ്ങനെ ചെയ്യുന്നു? എനിക്കത് മനസ്സിലാവുന്നില്ല എന്തിനാന്ന്. ഞാനിപ്പോൾ പറഞ്ഞാലും ചിലപ്പോൾ അത് പിടികിട്ടണമെന്നില്ല. നിങ്ങൾ തന്നെ പോടാ അവിടുന്ന് എന്നേ നിങ്ങൾ പറയത്തുള്ളൂ. ഓക്കെ, നമ്മുടെ കണ്ടന്റ് നമുക്ക് അത്രേ ഉള്ളേ. എന്തായാലും റോബിൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്കത് കേൾക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ സാറുമായിട്ടുള്ള ഒരു ഫോട്ടോ എന്റെ ഇൻസ്റ്റാഗ്രാം ഒഫീഷ്യൽ അക്കൗണ്ടിൽ ഞാനൊന്ന് പോസ്റ്റ് ചെയ്തു ഒരു ദിവസം മുന്നേ. ക്യാപ്ഷൻ വന്നിട്ട് സാറിന്റെ പേര് എഴുതിയിട്ട് ഒരു ഹാർട്ട് മാത്രമാണ് ഇട്ടിരുന്നത്. ഓക്കെ, സോ പോസ്റ്റ് ചെയ്തതിന് ശേഷം എന്റെ കമന്റ് സെക്ഷനും എന്റെ ഡയറക്ട് മെസ്സേജും കംപ്ലീറ്റ് ആയിട്ട് ഹേറ്റ്, കംപ്ലീറ്റ് നെഗറ്റിവിറ്റി. പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തെറിവിളി, പച്ചത്തെറി. ഒരുപാട് പേര് ഭീഷണിപ്പെടുത്തുന്ന അക്കൗണ്ട്സ് എല്ലാം ഞാൻ നോക്കിയായിരുന്നു. നിങ്ങൾ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാണെന്ന് തോന്നുന്നു. പക്ഷെ ഞാനങ്ങ് പേടിച്ചു. ഞാൻ കൊച്ചു കുട്ടിയാണല്ലോ പേടിക്കാൻ വേണ്ടി. ഞാൻ ചോദിച്ചോട്ടെ, എന്താണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം? എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായിട്ട് ഓരോ ഇഷ്ടങ്ങളുണ്ടായിരിക്കും അല്ലേ? ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ എന്റെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാനോ ഞാൻ വരുന്നില്ല. ഓക്കെ, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പുള്ളി 2 ദിവസം മുമ്പിട്ട പോസ്റ്റ് ഞാനിവിടെ കാണിച്ചു തരാം. പുള്ളി ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ കണ്ടു, ഒരു ഫോട്ടോ എടുത്തു, പുള്ളിയുടെ ഇൻസ്റ്റഗ്രാമിലിട്ടു. ഇതിന് പ്രത്യേകിച്ച് എൻ്റെ കണ്ണിലൂടെ ഞാൻ നോക്കുമ്പോൾ തെറ്റൊന്നും കാണുന്നില്ല. എനിക്ക് തെറ്റൊന്നും തോന്നുന്നില്ല. ഞാനിപ്പോൾ നാളെ നമ്മുടെ ആരായിരുന്നു, രമേശ് ചെന്നിത്തല സാറ് കണ്ടു, ഞാൻ ഫോട്ടോ എടുത്ത് ചിലപ്പോൾ ഇടും. പിണുമാമൻ എനിക്ക് ഏറ്റവും വെറുപ്പുള്ള ടീമാണ്. ഞാൻ ചിലപ്പോൾ കൂടെ നിന്ന് ഫോട്ടോ എടുക്കൂടെ, ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിലിടും. അതിനെന്താ ഇപ്പം ഇത്ര കുഴപ്പം? ഞാനിടും, അതിനെന്താ? മോദിജി കാണാനൊന്നും സാധ്യതയില്ല, എന്നാലും കണ്ടെന്ന് വിചാരിച്ചോ, ഞാൻ ഫോട്ടോ എടുക്കും, എൻ്റെ ഇൻസ്റ്റഗ്രാമിലിടും. എന്താ പ്രശ്നം?
അതിനൊന്നും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലടേ. ഒരു ഫോട്ടോ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ ഇടുന്നതിൻ്റെ അടിയിൽ ചെന്നിട്ട് തെറിവിളി, അതിനോട് ഞാൻ യോജിക്കുന്നില്ല. നീ കമ്മിയല്ലേടാ, നീ തങ്കിയല്ലേടാ, നീ താടകന്മാരിയല്ലേടാ, അതിനോടൊന്നും എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ്, പുള്ളി അവിടെ ഇടട്ടെ. തെറി വിളിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ തെറി വിളിച്ചോ. പക്ഷെ ആ വിളിക്കുന്നതിനകത്ത് ഒരു കാര്യമില്ലടേ. എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ ഓരോരുത്തരെ തെറി വിളിക്കുന്നതിനകത്ത്? പുള്ളിയുടെ അക്കൗണ്ടിൽ ഒരു ഫോട്ടോ ഇട്ടെന്നും പറഞ്ഞ് തെറി വിളിക്കേണ്ട കാര്യമില്ല. തെറി എപ്പോഴാണ് വിളി വരുന്നതെന്നറിയോ? തെറി വിളി എപ്പോഴാണ് വരുന്നതെന്നറിയോ? ഈ വീഡിയോയിൽ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ പുള്ളിയുടെ രാഷ്ട്രീയം എന്താണെന്ന് പുള്ളി പറയുന്നുണ്ട്. അപ്പം തെറി വിളി വരും. അതിനിപ്പോൾ പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും ബാക്കി പുള്ളി പറയട്ടെ, പുള്ളിയുടെ രാഷ്ട്രീയം പുള്ളി പറയട്ടെ, എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമാണ്. എൻ്റെ കാഴ്ചപ്പാടുകളും എൻ്റെ നിലപാടും അതെല്ലാം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ആരെ ഇഷ്ടപ്പെടണം, ആരെ സപ്പോർട്ട് ചെയ്യണം, ഇതെല്ലാം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അല്ലേ? ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു റോബിൻ സംഘിയാണ്, ചാണകമാണ്, ചാണകത്തി ചവിട്ടി, ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു. അതെന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമല്ലേ ഞാൻ ആരാ ഇഷ്ടപ്പെടണമെന്ന്. ഈ സെക്കൻഡിൽ ഞാൻ പറയും, എനിക്ക് BJP എന്ന് പറഞ്ഞൊരു പാർട്ടിയിൽ അംഗത്വം പോലും ഇല്ല. പക്ഷെ ഞാൻ ഇപ്പൊ പറയുന്നു, എനിക്ക് BJP എന്ന് പറഞ്ഞൊരു പാർട്ടി എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ശ്രീ നരേന്ദ്രമോദി സാറിനെ ഇഷ്ടമാണ്. കാരണം പുള്ളിക്കാരൻ വൺ ഓഫ് ദി പവർഫുൾ പേഴ്സൺ ഇൻ ദി വേൾഡ് ആണ്, ഒരു പവർഫുൾ ഹ്യൂമൻ ബീയിങ് ആണ്. എനിക്ക് പുള്ളിക്കാരനെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് പുള്ളിക്കാരൻ. അത് കാരണം എനിക്ക് BJP പാർട്ടിയും ഇഷ്ടമാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, ഞാൻ ചോദിക്കാം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതുകൊണ്ട് ഞാൻ അഭിമാനത്തോടെ ഞാൻ പറയും, ഞാനൊരു സംഖ്യയാണ്. എന്താ പ്രശ്നം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യാൻ വരുന്നില്ല അല്ലേ? നമ്മൾ ആരും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല. നിങ്ങളുടെ പാർട്ടിയിലുള്ള ആൾക്കാർ, ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും, നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണോ? നിങ്ങൾ ഈ പറഞ്ഞ കണക്ക് അഴിമതിയും കറപ്ഷനും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. നിങ്ങളുടെ പ്രവർത്തകരും ലീഡേഴ്സും എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയാണോ? ആരും പെർഫെക്റ്റ് അല്ല ബ്രോ. ഇപ്പം BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പുച്ഛമാണ്. എന്താണ് പുച്ഛം? ഇത്രയും പുച്ഛിക്കാൻ എന്താണ് ഇരിക്കുന്നത്? ഓക്കെ, പുച്ഛിക്കാൻ ഓരോരുത്തർക്ക് ഓരോ കാരണങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, അതുണ്ടാകും, അതവിടെ ഇരുന്നോട്ടെ. മിസ്റ്റർ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, നിങ്ങളുടെ രാഷ്ട്രീയം അത് നിങ്ങളുടെ ഇഷ്ടമാണ്, എൻ്റെ രാഷ്ട്രീയം അത് എൻ്റെ ഇഷ്ടമാണ്. മനസ്സിലായല്ലേ? അതിനകത്ത് ഒരാളും അപ്പുറത്തെ വീട്ടിലെ ഒരു ചേട്ടനും വന്ന് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങൾ ഇപ്പം ഇട്ടിരിക്കുന്ന ഈ വീഡിയോ ഇടയുണ്ടല്ലോ, ഈ വീഡിയോ ഉണ്ടല്ലോ, ഈ വീഡിയോ അടിയിലുണ്ടല്ലോ, ഈ വീഡിയോ അടിയിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സ് കയറി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നേരത്തെ പോസ്റ്റിൻ്റെ അടിയിൽ വന്നതിനെക്കാട്ടിലും വലിയ തെറിയും നെഗറ്റീവ്, അതായത് ലൈക്ക് നിങ്ങളെ അൺഫോളോ ചെയ്തു പോകുന്നു എന്ന തരത്തിലുള്ള ഒരുപാട് കമൻറ്റുകൾ. അതിനുള്ള കാരണക്കാരൻ നിങ്ങൾ തന്നെയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങളൊരു സെലിബ്രിറ്റിയാണ്. നമ്മുടെ നാട്ടിൽ നിങ്ങളൊക്കെ കുഞ്ഞു സെലിബ്രിറ്റി, നിങ്ങളെക്കാട്ടിലും വലിയ സിനിമാ നടന്മാർ, ലാലേട്ടൻ, പുള്ളിയുടെ രാഷ്ട്രീയം എങ്ങും തുറന്നങ്ങോട്ട് പറഞ്ഞിട്ടില്ല. കേട്ടിട്ടുണ്ടോ? ഞാൻ ലാലേട്ടൻ എന്ന് പറഞ്ഞതേ ഉള്ളൂ, ഉദാഹരണം, ഒരു ചെറിയ ഉദാഹരണം. അതുപോലെ എന്തോരം സിനിമാ നടന്മാർ ഇലക്ഷന് വോട്ട് കൊണ്ട് കുത്താറില്ലേ? അവരെപ്പോഴെങ്കിലും അവരുടെ രാഷ്ട്രീയം എന്താണെന്ന് അവർ പറയാറുണ്ടോ? ഇല്ല. കാരണം അവർക്ക് ബുദ്ധിയുണ്ട്. ചേട്ടന് ബുദ്ധി ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ റീച്ചിന് വേണ്ടിയിട്ടാണോ അല്ലയോ എനിക്കറിയത്തില്ല. വന്ന് ഒരു ഫോട്ടോ ഇട്ടു, അതിൻ്റെ അടിയിൽ കമൻറ്റുകൾ വന്നു, സ്വാഭാവികം വരും, വിടുക. അതിന് പകരം ഒരു വീഡിയോ ആയിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ട് സ്വന്തം രാഷ്ട്രീയം എന്താണെന്ന് തുറന്ന് കാണിച്ച ആ ഒരു മനസ്സുണ്ടല്ലോ, ആ ഒരു മനസ്സിന് ഇനി ഇഷ്ടംപോലെ തെറി കേൾക്കും. അത് സ്വാഭാവികമാണ്. അത് പറയും, ഇത് കേരളമാണ്, ഇവിടെ അങ്ങനെയാണേ, ഇവിടെ നിന്റെ ഇഷ്ടം അത് നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ ഉറപ്പായിട്ടും കീറിയിരിക്കും, തെറി വിളിച്ചിരിക്കും. ഞാൻ തന്നെ എൻ്റെ പല വീഡിയോയിൽ പറയാറുണ്ട്. ചില ആളുകൾ ചിലപ്പോൾ കമൻറ്റ് ഇട്ടിട്ട് പോകും, നിന്റെ ഈ പെർസ്പെക്റ്റീവ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവുക. ഞാനപ്പോൾ ആലോചിക്കാറുണ്ട്, എന്താണ് വട്ടാണ് ഇവനൊക്കെ? കാരണം എൻ്റെ എല്ലാ ഇഷ്ടങ്ങളും നിങ്ങൾക്ക് ഒരേപോലെ ഇഷ്ടപ്പെടണമെന്നുണ്ടോ? ഇല്ല. അങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർന്നില്ലേ? നമ്മളൊക്കെ മനുഷ്യന്മാരല്ലാതായി പോകത്തില്ലേ? ഇതത്രേ ഉള്ളൂ. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പുള്ളി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. പുള്ളിയുടെ ഇഷ്ടമാണ്. പക്ഷെ പുള്ളിയുടെ ഇഷ്ടം പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയപരമായിട്ട് നാവാടുമ്പം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണ ഒന്ന് സൂക്ഷിച്ച് ഒന്ന് സംസാരിക്കാൻ നിൽക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ രാഷ്ട്രീയം ഒന്നും പറയേണ്ട കാര്യമില്ല ആരോടും. അത് പറഞ്ഞുകൊണ്ടൊക്കെ ഇറങ്ങുമ്പം ഇത് കിട്ടും, സ്വാഭാവികം, സർവ്വസാധാരണം. അതിനകത്ത് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനി ബാക്കി കേൾക്കാം. എന്താ പുച്ഛിക്കാനിരിക്കുന്ന? ഒരിക്കലും പുച്ഛിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ഒരു പാർട്ടിനെ ഒരാളിനെ അടിച്ചമർത്തിക്കൊണ്ട് ഉയരണമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കത്തില്ല. നമ്മൾ അത്രയും പവർഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടെ കോമ്പറ്റീറ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ആക്ച്വലി എന്താ സംഭവം എന്ന് പറയാം, പേടിയാണ്. കാരണം ഇനി BJP ആകണോ, ഇനി കേരളം ഇനി ഭരിച്ചാലോ? അങ്ങനെ ഒരു ദിവസം വരും.
അധികം താമസിക്കാതെ വരും. അതിനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്ത് വെക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഒരുപാട് പേര് മെൻഷൻ ചെയ്യുന്നുണ്ട്, ഭീഷണിപ്പെടുത്തി. എന്തിനാണ് ഇതിന്റെയൊക്കെ ആവശ്യം? ഞാൻ അങ്ങ് പേടിച്ചു പോയത്. നിങ്ങൾക്ക് എന്നെ അറിഞ്ഞൂടാത്തോണ്ടാ. ഇനി ഒരു പഴയ കാലഘട്ടം ഉണ്ടായിരുന്നു, ഞാനിപ്പോ ഇച്ചിരി നന്നായിട്ട് ജീവിക്കുന്നതേ ഉള്ളൂ. മനസ്സിലായില്ലേ? എൻ്റെ പൊന്നു കൂട്ടുകാരാ, നീ നിന്റെ നാക്കടക്കി വെക്ക്. സീരിയസ്ലി നാക്കടക്കി വെക്ക്. കല്യാണമൊക്കെ കഴിച്ച് ഭാര്യയൊക്കെ ഇല്ലേ, ഒരു കുടുംബമായിട്ട് ജീവിക്കുമല്ലേ. പാർട്ടിക്കാരെയാണ് നീ മറ്റേ കാണിക്കുന്നത്. മനസ്സിലായോ? ഉറങ്ങിക്കിടക്കുമ്പോഴായിരിക്കും ഓരോ വികടന്മാർ ഓരോ പണിയും കൊണ്ട് ഇറങ്ങുന്നത്. എന്തിനാ വെറുതെ ഉറങ്ങിക്കിടക്കുമ്പം നീ മറ്റേ വിജിലൻ്റ് ആയിട്ട് ചാടി എണീറ്റ് മറ്റേ AK-47 മറ്റേ സാധനം കൊണ്ടൊക്കെ ഇറങ്ങി നീ പാർട്ടിക്കാരെ ഫുഷോ 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 വെടിവെച്ചോണ്ടിരിക്കുവോ? ഇല്ലല്ലോ. കിട്ടിയ 20 മേടിച്ചോണ്ട് കിടന്ന് ഉറങ്ങാനേ ഉള്ളൂ. നീ പണ്ട് ആരായിരുന്നെന്നോ ഇപ്പൊ ആരായിരുന്നെന്നോ ഒന്നും വലിയ വീരവാദം മുഴക്കാതെ നല്ല അണ്ണാക്കി കിട്ടും. അതാണ് ഞാൻ പറയുന്നത്. ഈ മറ്റേ ആൾക്കാരെ, താങ്കളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അവരുടെ മുന്നിലേക്ക് ചില ഡയലോഗുകളും മറ്റേ കാറി ക്യൂറിയുള്ള പരിപാടികളും ഇതൊക്കെ ആയിക്കോട്ടെ, പക്ഷെ രാഷ്ട്രീയം വെച്ച് കളിക്കുമ്പോൾ നോക്കിക്കോണം. ഇല്ലെങ്കിൽ ഇപ്പം ഇരുന്ന് അടിക്കുന്നതാണ് കാര്യത്തില്ല. വീട്ടിൽ കിട്ടി നല്ല പേട, പിന്നെ കരഞ്ഞു കൂവിയിട്ടൊന്നും കാര്യം കാണത്തില്ല. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇല്ലേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറ. കിട്ടും. എനിക്ക് ഒരു പാർട്ടിയോടും വെറുപ്പോ ദേഷ്യമോ ഒന്നുമില്ല. BJP ഏതെങ്കിലും ഒരു കാലത്ത് വരുമെന്നാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പറയുന്നത്. വരട്ടെ, എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ വന്നവർ ഭരിക്കുന്നെങ്കിൽ ഭരിക്കട്ടെ. നമുക്ക് നോക്കാമല്ലോ എന്താണ് അവരിവിടെ ചെയ്യാൻ പോകുന്നതെന്ന്. എനിക്ക് കാണണമെന്നുണ്ട്. ഇവിടെ BJP ഭരിച്ച് നല്ല കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ കൈയടിക്കും കേട്ടോ, അത് വേറെ കാര്യം. ഞാൻ പാർട്ടിയെ സ്നേഹിക്കുന്ന പോലെ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയെ സ്നേഹിക്കുന്നതിനെക്കാട്ടിലും ഉപരി ഇച്ചിരി മനുഷ്യന്മാരെ സ്നേഹിക്കുന്നുണ്ട്. മനുഷ്യത്വം എന്ന് പറയുന്ന സാധനത്തിനാണ് ഞാൻ എപ്പോഴും വില കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഏത് പാർട്ടിയിലുള്ള ഏതൊരു വ്യക്തിക്കും നല്ലത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവന് ഞാൻ കൈയടിക്കും. പാർട്ടിയെ നോക്കിയല്ല, ആ വ്യക്തിയെ നോക്കി ഞാൻ കൈയടിക്കും. അതിനകത്ത് എനിക്ക് ഒരു കുറവും തോന്നുന്നില്ല. പിടികിട്ടിയോ? പിന്നെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, വെല്ലുവിളി പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയക്കാരെ വെച്ചിട്ടുള്ള പരിപാടിയും കൊണ്ടൊന്നും ഇറങ്ങില്ല എൻ്റെ പൊന്നിയേട്ടാ. പറഞ്ഞില്ലെന്ന് വേണ്ട, ആരും കാണത്തില്ല കൂടെ, ബാക്കിയും കൂടെ. അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളിന്റെ ഇഷ്ടത്തിന് അടിച്ചമർത്താനോ അല്ലെങ്കിൽ എന്നെ ചോദ്യം ചെയ്യാനോ നിങ്ങൾ വരേണ്ട കാര്യമില്ല. ഒരു ഒറ്റ ഫോട്ടോ ഇട്ടേനാണോ നിങ്ങൾ ഇത്രയും ചെയ്യുന്നത്? സത്യം പറയാം, ഈ ഒരു വീഡിയോ എനിക്ക് പോസ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷെ ഇത്രയും ആൾക്കാരെ എനിക്ക് 10,600 കമന്റ്സ് എനിക്ക് ആവശ്യമുണ്ട്. റീസെന്റ് ഇത്രയും കമന്റ്സ് ഒന്നും എന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ വന്നിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് BJP പാർട്ടീനെ ഇഷ്ടമാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ സംഘിയാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അഭിമാനത്തോടെ ഞാൻ പറയുന്നു, ഞാൻ സംഘിയാണ്. എനിക്ക് ശ്രീ നരേന്ദ്രമോദി സാറിനെ ഇഷ്ടമാണ്, എനിക്ക് അമിത്ഷാ സാറിനെ ഇഷ്ടമാണ്, എനിക്ക് ശ്രീ രാജീവ് ചന്ദ്രശേഖർ സാറിനെ ഇഷ്ടമാണ്, K. സുരേന്ദ്രൻ സാറിനെയും ഇഷ്ടമാണ്. എന്ത് പ്രശ്ന? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, സോ ഇതെനിക്ക് പറയണമെന്ന് തോന്നി. മതി ചേട്ടൻ പറഞ്ഞത്രയും മതി. ചേട്ടൻ തന്നെ പറയുന്നുണ്ടല്ലോ ചേട്ടൻ ഈ വീഡിയോ ഇടാൻ താല്പര്യമില്ലായിരുന്നു എന്ന്. പിന്നെ ആ പോസ്റ്റിൻ്റെ അടിയിൽ വന്ന തെറി കമൻറ്റുകൾ കാരണമാണ് ഈ വീഡിയോ ഇട്ടത്. ആ പോസ്റ്റിൻ്റെ അടിയിൽ തെറി കമൻറ്റ് വന്നതിനകത്ത് ഒരു 101% ഞാൻ നിങ്ങളോട് യോജിക്കുന്നു. കാരണം അതിനകത്ത് ആർക്കും തെറിയിടേണ്ട കാര്യമില്ല, ഒരു ഫോട്ടോയാണത്. പക്ഷെ അതിൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾ ഈ വീഡിയോ വന്നിടുമ്പോൾ ഉണ്ടല്ലോ ചേട്ടാ, നിങ്ങളുടെ രാഷ്ട്രീയം എന്താണെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയാണ് നിങ്ങൾ തെറി കേൾക്കാൻ പോകുന്നത്. കുറേ എണ്ണത്തിൻ്റെ കുറേ ഒരു വിവരവും ബോധവും ഇല്ലാത്ത കുറേ എണ്ണം ഇപ്പം അങ്ങോട്ട് വരും. എന്തിനാന്ന് എനിക്കും അറിയാൻ പാടില്ല, പക്ഷെ അത് നിങ്ങൾ കേൾക്കും. നിങ്ങളാണ് ഇപ്പോൾ മണ്ടത്തരം കാണിച്ചത്. നിങ്ങൾ പറയരുതായിരുന്നു നിങ്ങളുടെ രാഷ്ട്രീയം 10 പേര് കമൻറ്റ് തരുമെന്ന് പറഞ്ഞ് നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങൾ എന്തിനാ പറയേണ്ട കാര്യം? വേറെ എന്തെങ്കിലും കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാം. നിങ്ങളുടെ രാഷ്ട്രീയം അത് നിങ്ങളുടെ പേഴ്സണലാണ്. മനസ്സിലായില്ലേ? ഞാനും വേറെ കുറേ ഈ ഒരു വീഡിയോ വന്നുകൊണ്ടാണോന്ന് അറിയത്തില്ല, കുറേ പോസ്റ്റുകളൊക്കെ കണ്ടു. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ മത്സരിക്കാൻ പോകുന്നു BJPക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് കുറേ എണ്ണം ഇപ്പോൾ അടിച്ചിറക്കിയിട്ടുണ്ട്. എന്തിനോ എന്തരോ. ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.